ഹലോ. ആ കുഞ്ഞ് തന്നെയാണോ? വളരെ സന്തോഷം. ഇത് കുഞ്ഞിന്റെ അങ്കിളാ, കൃഷ്ണമൂർത്തി അങ്കിൾ. കുഞ്ഞ് കലക്കാണല്ലോ. ഇങ്ങനെ വേണം പെൺകുട്ടികളായാൽ. മന്ത്രിയെ നടുറോഡിലിട്ട് വരട്ടുന്നു, കൊലക്കേസ് അന്വേഷിക്കാൻ CBI വരുത്തുന്നു, തൊഴിലില്ലായ്മക്കെതിരെ പൊരുതുന്നു. കുഞ്ഞിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് രോമാഞ്ചം ഉണ്ടാവുന്നു. ആ പിന്നെ എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ. ഏതോ ദ്രോഹികൾ ബോംബെറിഞ്ഞതും പരിക്കേറ്റതും ഒക്കെ അറിഞ്ഞിട്ട് എനിക്കൊന്നും വന്ന് കാണാൻ പറ്റിയില്ല, തിരക്കിലായിപ്പോയി. കുഞ്ഞിനെ ഒറ്റയടിക്ക് തട്ടിക്കളയാനുള്ള പരിപാടി ആ ബോംബെറിഞ്ഞ ദ്രോഹികൾ മതിയാക്കിന്നാ തോന്നുന്നത്. കുഞ്ഞിന് വളരെ വേണ്ടപ്പെട്ടവരെ നശിപ്പിച്ചാൽ അത് കുഞ്ഞിനൊരു പാഠമായിരിക്കുമല്ലോ. ഈ ഇഞ്ചിഞ്ചായി തുലയ്ക്കുന്ന ഏർപ്പാടില്ലേ, അതിന്റെ ആദ്യ പടിയെന്ന നിലയ്ക്ക് കുഞ്ഞിന്റെ അനുജത്തെ അതേ ദ്രോഹികൾ ബലാത്സംഗം ചെയ്തെന്നാ കേൾക്കുന്നേ. റേപ്പേ. അവളിപ്പോ JK ഹോസ്പിറ്റലിൽ എത്തിക്കാണും. പേടിക്കണ്ട, മരിച്ചു കാണുമൊന്നുമില്ല. കൊല്ലുന്നതിലൊക്കെ എന്ത് കാര്യം? ഇതല്ലേ രസം. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് അറിയില്ല. കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഓടിവെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോ ബോധമില്ലായിരുന്നു. പോലീസിൽ അറിയിച്ചിട്ടില്ല. അന്വേഷണവും ചോദ്യം ചെയ്യലും ആകെ പ്രശ്നമാവും. ആരും അറിഞ്ഞിട്ടില്ല. മറ്റാരും കേൾക്കാതെ രാധിക എന്നോട് സത്യം പറഞ്ഞു. എന്നോടുള്ള പക തീർത്തതാണ് ഉദയ. ഒരു കുറ്റം ചെയ്തിട്ടില്ലാത്ത ആ കുട്ടി അവര് ഇല്ല. അയാളെ അങ്ങനെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചേച്ചി ഇത് എങ്ങോട്ടാണ്? പോലീസിൽ അറിയിക്കാനോ? അതോ നാട്ടുകാരെ വിളിച്ചുകൂട്ടി അവരുടെ മുന്നിൽ അവന്മാരെ വിസ്തരിക്കാനോ? എന്ത് ചെയ്താലും അത് ബാധിക്കുന്നത് രാധികയായിരിക്കും എന്ന് ചേച്ചി മറക്കരുത്. അന്നൊരിക്കൽ ചേച്ചി എന്നോട് പറഞ്ഞില്ലേ, എന്ത് കാര്യം ആലോചിച്ച് സംയമനത്തോട് വേണം ചെയ്യാനെന്ന്. നമ്മളല്ലാതെ ഇനി ഒരാളും ഇതറിയാൻ പാടില്ല, വീട്ടുകാർ പോലും. ചേച്ചിയാണ് അത് ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയോ ഞങ്ങൾ തമ്മിൽ അറിയാതെ ഒരു ഇഷ്ടമുണ്ടായി. അതുകൊണ്ട് രാധികയുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ചേച്ചി വിഷമിക്കരുത്. CBI-ക്കാരെ വിലക്കെടുക്കാൻ കൃഷ്ണമൂർത്തിക്ക് പറ്റിയില്ല അല്ലേ? എല്ലാം പറഞ്ഞു. പറഞ്ഞു. ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഹലോ. ശബ്ദം പരിചയമുണ്ടോ? ഉണ്ടാവാൻ വഴിയില്ല. നേരിട്ടും ഫോണിലൂടെയും താങ്കളാണല്ലോ സംസാരിക്കാറുള്ളത്. ഞാൻ രാജലക്ഷ്മി. ദൈവം വല്ലാത്തൊരു വികൃതിക്കാരനാണ്. കുറെ കാലം ഒരാളെ ജയിക്കാൻ അനുവദിക്കും, വളരെ പെട്ടെന്ന് തോൽപ്പിക്കുകയും ചെയ്യും. നിങ്ങളെ തോൽപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടത് ഞാനാണ്. സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കാതിരുന്നിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ ആയി തീർന്നത് നിങ്ങളുടെയൊക്കെ ദുർവിധിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിരോധം തോന്നുന്നവരുടെ കുടുംബാംഗങ്ങളെ പോലും നശിപ്പിക്കുകയാണ് നിങ്ങളുടെ രീതി. അത് ഏത് കാട്ടാളിനും പറ്റും. എനിക്കത് വേണ്ട. ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം നിങ്ങൾ എണ്ണി എണ്ണി ശിക്ഷ വാങ്ങുന്നത് എനിക്ക് കാണണം. ഇന്നതിന് തുടക്കം കുറിച്ചു എന്ന് അറിയിക്കാനാണ് ഞാൻ വിളിച്ചത്.
ഊണും ഉറക്കവും കളഞ്ഞുള്ള എന്റെ ശ്രമങ്ങൾക്ക് അർത്ഥമുണ്ടായി തുടങ്ങിയിരിക്കുന്നു. നാളത്തെ പത്രം നിങ്ങൾക്കുള്ള ഒരുപാട് വാർത്തകളുമായിട്ടാണ് പുറത്തിറങ്ങുക. നിങ്ങളുടെ വലങ്കയായ മന്ത്രിയും ചിലപ്പോ ഞെട്ടിയേക്കും. പറഞ്ഞേക്ക് രാജലക്ഷ്മി ഒരുങ്ങിക്കഴിഞ്ഞുവെന്ന്. എന്റെ ചോര കണ്ടാലേ നിങ്ങൾക്ക് തൃപ്തിയാവൂ അല്ലേ? അടിസ്ഥാനമില്ലാത്തൊരു പത്രക്കുറിപ്പിന്റെ പേരിലാണോ ഞാൻ രാജിവെക്കേണ്ടത്? സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കേണ്ടതാണ് നേരെ. ആ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാമോ പത്രത്തിൽ വന്ന വാർത്ത മുഴുവൻ നുണയാണെന്ന്? ഞാനൊരു മറുചോദ്യം ചോദിച്ചാ സിഎം ഉത്തരം പറയാവോ? ചോദിക്ക്. ലോകത്തിന്റെ പല ഭാഗത്തുള്ള അധോലോക ബന്ധം കൊണ്ടുണ്ടാക്കിയ പണം നമ്മൾ തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിട്ടില്ലേ? എനിക്കറിയാൻ പാടില്ല. ദേ, കണ്ണടച്ചിട്ടാക്കാൻ നോക്കരുത്. കൃഷ്ണമൂർത്തിയുമായിട്ടുള്ള ബന്ധം വലിയ ആനക്കാരൻ തന്നെ. പക്ഷേ പത്രത്തിൽ വരുന്ന ആരോപണങ്ങൾ വല്ലവനും വല്ലപ്പോഴെങ്കിലും തെളിയിച്ചിട്ടുണ്ടോ? തൽക്കാലത്തെ പ്രതിസന്ധി മാറ്റാൻ ഈ രാജ്യമല്ലാതെ വേറെ വഴിയില്ല. ദേ 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 ദേ, പ്രതിപക്ഷക്കാരുടെ ഭാഷയിലേ നമ്മൾ തമ്മിൽ സംസാരിക്കണ്ട. നമുക്ക് നമ്മുടെ പാർട്ടിയാണ് വലുത്. പൊതുജനമധ്യത്തിൽ പാർട്ടിയുടെ ഇമേജ് തകരാൻ പാടില്ല. അതുകൊണ്ട് തൽക്കാലം മന്ത്രി രാജിവെക്കുന്നതാണ് എല്ലാം കൊണ്ടും നല്ലത്. അല്ല, ഈ നാട്ടിൽ ഇനി പോലീസിന്റെ ആവശ്യമില്ലേ? എല്ലാം പത്രക്കാരങ്ങോട്ട് ഏറ്റെടുക്കൂ. എന്തുണ്ടായി സാർ? ആ രാവിലെ മുതൽ എനിക്ക് ഇരിക്കപ്പെടുന്നില്ലെന്നേ. കൃഷ്ണമൂർത്തിയുടെ കുറ്റകൃത്യങ്ങളെ പറ്റിയുള്ള വിശദമായ റിപ്പോർട്ട്, അതിൽ പലതിലും വ്യവസായ മന്ത്രിക്കുള്ള പങ്ക്. നാട്ടുകാരാകെ ഇളകിയിരിക്കുക. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഈ കുറ്റാന്വേഷിക്കലും കണ്ടുപിടിക്കലും ഒക്കെ ഞങ്ങളുടെ ജോലിയാണോ അതോ റിപ്പോർട്ട് എഴുതിയ ബൗദ്ധന്റെ ജോലിയാണോ? കാണേണ്ടത് പലതും നിങ്ങൾ കണ്ടില്ലെന്ന് അടിച്ചാൽ പിന്നെ പുതിയനും എന്ത് ചെയ്യും സാർ? സമാധാനം പറയേണ്ടി വരും. തീക്കൊലി കൊണ്ടാ തലയുറിയുന്നത്. കുഴപ്പമില്ല സാർ, 100% സത്യമായ കാര്യങ്ങളെ പവിത്രൻ ഞങ്ങളുടെ പത്രത്തിൽ എഴുതാറുള്ളൂ. ശരിയായിരിക്കാം, പക്ഷെ ഇതൊക്കെ തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലേ പത്രത്തിന്റെ കാര്യം പോക്കാ. അറിയാം സാർ. ആ, പിന്നെ ഈ പൗത്തറിനെ എത്രയും പെട്ടെന്ന് പൊക്കാനാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവ്. അത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല സാർ. വേണ്ട, നിങ്ങളുടെ അഡ്രസ് തന്നാ മതി. ഞാൻ പോയി കണ്ട് മധുരമായിട്ട് സംസാരിച്ചോളാം, എന്നിട്ട് പൊക്കാം. പറ്റില്ല സാർ. പത്രധർമ്മം എന്നൊന്നുണ്ടല്ലോ. ഈ ചൂടിന് പവിത്രനെ കൈ കിട്ടിയാൽ എല്ലാ കഴുകന്മാരും കൂടി അയാളെ കുത്തിവലിക്കും. തെളിവ് ഹാജരാക്കേണ്ടി വരുമ്പോ ഞാനോ പവിത്രനോ കോടതി